ശ്യാമ നോക്കൂ, ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രത്യേകിച്ച് കാട്ടുകൊള്ളക്കാർ നാടും കാടും ഒക്കെ ഭരിക്കുന്ന ഈ വർത്തമാനകാലത്ത് ചൂഷണത്തിന് വിധേയമായിരിക്കുകയില്ലേ ഈ പാവപ്പെട്ട വനവാസികൾ? കാട്ടുകള്ളന്മാർ നാട് ഭരിക്കുകയും ആ കാട്ടുകള്ളന്മാർക്ക് എല്ലാ പിന്തുണയും ഒരു പരിധി കഴിഞ്ഞാൽ മന്ത്രിമാരെക്കാൾ കൂടുതൽ പിന്തുണയും കൂടെ കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇവിടെ നമ്മൾ ചുണ്ണിയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്, വീരപ്പനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കട്ട മുതലിൻ്റെ ഒരു ഭാഗം സാധാരണക്കാർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കഥകളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ആൻഡോ അഗസ്റ്റിനെ പോലെയുള്ള പെരുങ്കള്ളന്മാർ കട്ട മുതൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതിദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വരെ കബളിപ്പിച്ചിട്ടാണ് ഈ പെരുങ്കൊള്ള നടത്തിയിട്ടുള്ളത്. അപ്പൊ ആധുനിക കാലത്തെ ഏറ്റവും നെറുകെട്ട കള്ളന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇവരുടെയൊക്കെ ഈ പേര് തന്നെ, ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഒക്കെ പേര് തന്നെ പറയേണ്ടി വരും. ഒരു മര്യാദ കാണിക്കണം. നമുക്കൊരു സർക്കാർ, അത് സർക്കാരിനും ഈ ഒരു പെരുങ്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കാനൊന്നും പറ്റില്ല. 2020 അന്നത്തെ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകന്റെ നമ്മളൊക്കെ ഇത്ര കാലം ചർച്ച ചെയ്ത ഒരു ഓർഡർ വരുന്നു. 3 മാസത്തേക്ക് ചന്ദനം ഒഴികെയുള്ള മരങ്ങളെല്ലാം അവരുടെ പട്ടയഭൂമികളിൽ നിന്ന് മുറിച്ചു മാറ്റാം. അതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴേ മനസ്സിലാകുന്നില്ല. എങ്ങനെ ഒരു വകുപ്പിന്റെ ഒരു സെക്രട്ടറിക്ക്, പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിക്ക് അത്തരത്തിലൊരു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പോലും എനിക്കറിയില്ല. അതിനെ തുടർന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താണ്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതൊക്കെ സ്ഥിരം പഴഞ്ചൊല്ലുകൾ മാത്രം പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ടായിരുന്നു, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുന്നു. ഇപ്പൊ ആരാ വെള്ളം കുടിച്ചത്? ഇപ്പൊ വെള്ളം കുടിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളാണെന്ന്. അതായത് ഉപ്പ് തിന്നവർ സുഖമായിട്ട് നടക്കുകയാണ്. ഉപ്പ് തിന്നവൻ മറ്റ് പലരെയും പറ്റിച്ച് പല ബിസിനസ്സുകളും ചെയ്ത് കേരളത്തിൽ പലരെയും കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞെളിഞ്ഞു നടക്കുന്ന സമയത്ത് തന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾ വീണ്ടും വഞ്ചിതരാക്കപ്പെടുകയാണെന്ന് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു ഓർഡർ വരുന്നു. ആ ഓർഡർ വന്നിട്ട് ഇന്നിപ്പോ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ വാർത്തകളിൽ നിന്ന് എനിക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം കണ്ട വാർത്തകളിൽ നിന്ന് മനസ്സിലായത്, ഒരു മരത്തിന് അല്ല 3 മരത്തിന്, 3 എനിക്കൊന്ന് ഈട്ടിമരങ്ങളാണ്, 3 ഈട്ടിമരങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ആകെ കിട്ടിയത് 5000 രൂപയാണ് ഇവർ കൊടുത്തത്. ഈ 5000 രൂപ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ സാധാരണക്കാരായിട്ടുള്ള ഈ ട്രൈബൽ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളുടെ വ്യാജരേഖകൾ ചമച്ച് വ്യാജ ഒപ്പുകൾ ഇട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന രസീതുകൾ വാങ്ങി ഇട്ട് ഈ മരങ്ങൾ മൊത്തം മുറിച്ചു മാറ്റി. ഇപ്പൊ തത്വത്തിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? തത്വത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള അഗതികളായിട്ടുള്ള ഈ ആദിവാസി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ കള്ളന്മാരെന്ന് ഈ സർക്കാർ വിളിക്കുകയാണെന്ന്. അവിടെയാണ് ഇവർക്കൊരു മര്യാദ ഉണ്ടെങ്കിൽ, ഒരു മാന്യത ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കർഷകരും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരും അടക്കമുള്ള 28ഓളം ആളുകളെ പ്രതിപ്പട്ടികയിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്നൊക്കെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു തുടക്കത്തിൽ. പക്ഷേ ആ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായിട്ട് ഈ റവന്യൂ വകുപ്പ് സർക്കാരും വീണ്ടും എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അപ്പോ ആ ആളുകളെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണോ ചൂഷണം ചെയ്തത്, ചൂഷണം ചെയ്തവരെ സർക്കാർ പിന്തുണയ്ക്കുകയും ആ ചൂഷണം ചെയ്തവന്മാർ ചൂഷകർ ഒരു കാര്യം കൂടി പറഞ്ഞു ഫിനിഷ് ചെയ്ത്, ചൂഷകർ സർക്കാരിന്റെ വാക്കുകളായിട്ട് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്ന ആ ചൂഷകരാണ്. ആ ചൂഷകർ സർക്കാരിന്റെ വാക്കുകളായിട്ട് ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചൂഷണം ചെയ്യപ്പെട്ടവർ ജയിലറകളിലേക്ക് പോവുകയും ചെയ്യുന്ന അതിദാരുണമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായാലും ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിൽ ജനം ടി വിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വിഷയങ്ങൾ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യം കൂടിയുണ്ട്. മറ്റാരും ചർച്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല.